ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം ഡോക്ടർ അർച്ചനയോട് ആ രഹസ്യം പറയുന്നു. അർച്ചന, എനിക്ക് അർച്ചനയോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. തുറന്നു പറയുന്നത് കൊണ്ട് അർച്ചനയ്ക്ക് സങ്കടമാകുമെന്നറിയാം. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കത് തുറന്നു പറയാതിരിക്കാനും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആ സത്യം വെളിപ്പെടുത്തുകയാണ്. അർച്ചനയ്ക്കും ശശിക്കും ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല. അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിന് അമ്മയാകാൻ സാധിക്കില്ല. ആ വാക്ക് കേട്ട ഉടനെ അർച്ചന വേദനയോടെയും ഞെട്ടലോടെയും ചാടി എഴുന്നേറ്റു. അർച്ചനയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതോടെ ഡോക്ടർ പറഞ്ഞു, അർച്ചന, തൽക്കാലം എനിക്കിത് അർച്ചനയിൽ നിന്ന് മറച്ചു വയ്ക്കാമായിരുന്നു. പക്ഷെ അക്കാര്യം ഞാൻ മറച്ചു വയ്ക്കാതിരുന്നത് അർച്ചനയിൽ ഇനിയും പ്രതീക്ഷ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇക്കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പരിശോധിച്ചതിൽ കുഴപ്പം അർച്ചനയ്ക്കല്ല, മറിച്ച് സച്ചിക്കാണ്. അതുകൊണ്ട് തന്നെ സച്ചി ഒരിക്കലും ഒരച്ഛനാവില്ല. അതിനുള്ള ശേഷി സച്ചിക്കില്ല എന്ന് അർച്ചനയോട് ഡോക്ടർ അറിയിച്ചു. അതിനുശേഷം ഡോക്ടർ അർച്ചനയോട് അങ്ങനെ ഒരു കളവ് പറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഡോക്ടർ അല്പനേരത്തേക്ക് ആലോചിച്ച് നിൽക്കുമ്പോൾ സച്ചിയെ ഡോക്ടറോട് ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു. ഡോക്ടർ ഇക്കാര്യം അർച്ചനയോട് ഡോക്ടർക്ക് പറയാം, പക്ഷെ ഒരു കാരണവശാലും അർച്ചനയ്ക്ക് കുഴപ്പമുണ്ടെന്നാവരുത് പറയുന്നത്, മറിച്ച് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വേണം ഡോക്ടർ പറയുവാൻ. എന്റെ കാരണത്താലാണ് അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാവാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവാത്തത് എന്ന് വേണം അർച്ചനയെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അർച്ചനയ്ക്ക് എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല എന്നുള്ള സത്യം അവൾ അറിഞ്ഞാൽ അവൾ അതോടെ തകർന്നു പോകും. അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രമിക്കും. അതുകൊണ്ട് ഡോക്ടർ ഈ ഒരു കാര്യം മാത്രം എനിക്ക്, ഇങ്ങനെ ഒരു ഹെൽപ്പ് ഡോക്ടർ എനിക്ക് ചെയ്തു തരണം എന്ന് സച്ചി ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സച്ചിയുടെ ആ അപേക്ഷ പ്രകാരമാണ് കൃത്യമായി സച്ചി ആവശ്യപ്പെട്ടതുപോലെ ഡോക്ടർ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് അർച്ചനയോട് സച്ചിക്കാണ് പ്രോബ്ലം എന്ന് അറിയിച്ചത്. അങ്ങനെ സച്ചി തന്റെ കുറ്റത്താലാണ്, താൻ കാരണമാണ്, അല്ലെങ്കിൽ തനിക്കുണ്ടായ പ്രശ്നത്താലാണ് അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തതെന്ന് ഡോക്ടർ മുഖേന അർച്ചനയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ വാക്കുകൾ കേട്ട് അർച്ചന ചങ്കുപൊട്ടി കരയുമ്പോൾ ഡോക്ടർ അർച്ചനയെ സമാധാനിപ്പിച്ചു. അർച്ചന, സത്യത്തിൽ അർച്ചനയോട് കുറച്ചു മുൻപ് ഞാൻ പറയാൻ വന്നതും ഇത് തന്നെയായിരുന്നു. എന്നാൽ ആ നിമിഷം ശശി അതിനിടയിൽ കയറി എന്നെ അല്പനേരം പേഴ്സണലായി സംസാരിക്കാൻ എനിക്ക് സമയം തരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നും കൊണ്ടല്ല. ശശി എന്നോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം അർച്ചനയ്ക്കുണ്ടെങ്കിൽ അതൊരു കാരണവശാലും അർച്ചനയോട് തുറന്നു പറയരുത് എന്നതായിരുന്നു എന്നോടുള്ള സച്ചിയുടെ ആവശ്യം. ഇപ്പോ അർച്ചനയും എന്നോട് അത് തന്നെയാണല്ലോ ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അതെ ഡോക്ടർ, ഒരു കാരണവശാലും എന്റെ സച്ചിയേട്ടൻ ഇക്കാര്യം അറിയരുത്. സച്ചിയേട്ടന്റെ പ്രശ്നത്താലാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാത്തത് എന്നുള്ള കാര്യം ആ പാവത്തോട് ഒരിക്കലും പറയരുത്. ആ പാവം എന്തെങ്കിലും ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിച്ചോട്ടെ, അത് മതി. ഇല്ലെങ്കിൽ സച്ചിയേട്ടൻ എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു തുടങ്ങും. സച്ചിയേട്ടൻ എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നു പോകും. സച്ചിയേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് തന്നെ എന്റെ സച്ചിയേട്ടനെ മാറ്റി നിർത്തി എനിക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് അർച്ചന ഡോക്ടറോട് അറിയിച്ചു. സച്ചിയേട്ടനോട് ഒരു കാരണവശാലും ഇക്കാര്യം ഡോക്ടർ പറയരുതെന്നും അർച്ചന ആവശ്യപ്പെട്ടു. ഡോക്ടർ അത് കേട്ടതും അർച്ചനയോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് സച്ചി ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നല്ലോ. അർച്ചനയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അർച്ചനയെ അറിയിക്കരുതെന്നതായിരുന്നു സച്ചി എന്നോട് ആവശ്യപ്പെട്ടത്. പാവം സച്ചിയുടെ പ്രശ്നത്താലാണ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാത്തതെന്നുള്ള സത്യം ആ പാവം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അർച്ചന, ജീവിതകാലം മുഴുവൻ നിങ്ങൾ വേദനയോടെ ജീവിക്കുന്നോ, അതോ ഒരു കളവ് പറഞ്ഞ് തൽക്കാലം സച്ചിയുടെ മനസ്സിൽ ആശ്വാസം പകർന്നുകൊണ്ട് ഇനി സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുന്നു, അതാണോ അർച്ചന ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചതും അർച്ചന ഡോക്ടറോട് പറഞ്ഞു, അത് മതി, എന്റെ സച്ചിയേട്ടന്റെ മനസ്സിനെ തകർക്കുന്ന രീതിയിൽ ഒന്നും ഡോക്ടർ പറയണ്ട എന്ന് അർച്ചന ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതോടെ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തൽക്കാലം സച്ചിയോട് ഈ സത്യം നമുക്ക് മറച്ചു വെക്കാം. സച്ചിയോട് ഇക്കാര്യം തുറന്നു പറയണ്ട. അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ കാരണം സച്ചിയാണെന്ന് ഒരു കാരണവശാലും സച്ചിയെ അറിയിക്കേണ്ട. തൽക്കാലം സച്ചി ഇപ്പോ കരുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആ പാവം ജീവിച്ചോട്ടെ എന്ന് അർച്ചനയും ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഡോക്ടർ അർച്ചനയ്ക്കും സച്ചിക്കും ഒരുപോലെ തന്നെ വാക്ക് നൽകുന്നു. അതിനുശേഷം പുറത്തേക്കിറങ്ങിയ അർച്ചന ആകെ വേദനയോടെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി അർച്ചനയെ കണ്ടതും എന്താ എന്താ അർച്ചന എന്ന് ചോദിച്ച് സച്ചി വേഗം ചാടി എഴുന്നേറ്റു. അർച്ചന അരികിലേക്ക് എത്തി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അർച്ചനയുടെ ആ സങ്കടം കണ്ടതോടെ ശശി അർച്ചനയോട് ചോദിച്ചു, എന്താ എന്താ അർച്ചനെ, താൻ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചതും, അതെ ശശിയേട്ടാ, ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കും, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞ് അർച്ചന സജിയെ ആശ്വസിപ്പിച്ചു. അത് കേട്ട് ആ വാക്കുകൾ കേട്ട് അർച്ചന പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ശശിയും സന്തോഷിച്ചു. അങ്ങനെ അർച്ചനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശശി എവിടെ നിന്ന് പോകുമ്പോൾ
ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അർച്ചനയോട് ഒരിക്കലും ഈ സത്യം തുറന്നു പറയരുത് എന്ന ഡോക്ടറോട് താൻ ആവശ്യപ്പെട്ട ആ വിവരം. അതനുസരിച്ച് ഡോക്ടർ അർച്ചനയോട് പറഞ്ഞ ആ കളവ് അർച്ചനയും ഓർമ്മിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അക്കാര്യം ഓർത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അർച്ചനയ്ക്ക് ഡോക്ടർ പറഞ്ഞ സത്യം മനസ്സിലേക്ക് കടന്നു വന്നതോടെ അർച്ചനയുടെ മനസ്സ് വല്ലാതെ തകർന്നു. വീണ്ടും അർച്ചന പൊട്ടിക്കരയാൻ തുടങ്ങുന്നത് കണ്ട് സച്ചി അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അർച്ചന സച്ചിയോട് പറഞ്ഞു, സച്ചിയുടെ വണ്ടി ഒന്ന് നിർത്തിക്കേ. അങ്ങനെ വണ്ടി നിർത്തിയതും അർച്ചന വേഗം കാറിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. സച്ചിക്ക് അർച്ചന എന്ത് കാരണത്താലാണ് പുറത്തിറങ്ങിയെന്ന് മനസ്സിലായതോടെ സച്ചിയും കാറിനുള്ളിൽ തന്നെയിരുന്നു. സങ്കടങ്ങൾ കരഞ്ഞു തീർത്തോട്ടെ എന്ന ചിന്താഗതിയിൽ സച്ചി ആ കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. അതിനുശേഷം നെല്ലിശ്ശേരിയിൽ ഹാളിലിരുന്നുകൊണ്ട് തന്റെ മൊബൈലിൽ ഓരോ റീൽസ് ഒക്കെ കണ്ട് ആസ്വദിച്ചങ്ങനെ ഇരിക്കുകയാണ് അനഹ. അനഹയുടെ അരികിലേക്ക് സേതുമാധവൻ എത്തി. സേതുമാധവൻ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങിയതും അനഹ സേതുമാധവൻ വരുന്നത് കണ്ട് അയ്യോ പെട്ടല്ലോ, ഇനി തുടങ്ങും ഉപദേശം, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് അനഹ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയത്. അപ്പോഴേക്കും സേതുമാധവൻ അനഹയെ വിളിച്ചു. മോളെ അനഹേ, നീ ഇതെവിടെ പോകുന്നു എന്ന് ചോദിച്ചതും അത് പിന്നെ അങ്കിൾ ഞാൻ പുറത്തൊക്കെ പോവുകയാണ്, റൂമിലേക്ക് പോവായിരുന്നോ എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു അതിനെന്താ നീ ഇവിടെ ഇരുന്നോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവനോട് അനഘ പറഞ്ഞു അല്ല അങ്കിള് ന്യൂസ് പേപ്പർ വായിക്കുകയല്ലേ, ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞു അനഘ പോകാൻ തുടങ്ങിയതും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അനഘ, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അനഘയെ അവിടെ സേതുമാധവൻ പിടിച്ചിരുത്തി. അപ്പോഴാണ് അവിടേക്ക് സ്നേഹ എത്തിയത്. സ്നേഹ രണ്ടു പേര് കണ്ടുപിടിച്ചതുമായിട്ട് അവിടേക്ക് എത്തുകയും സേതുമാധവനോട് സ്നേഹ ചോദിച്ചു, അച്ഛാ ഞാൻ പറയുന്ന പേരുകൾ ഏതാ നല്ല പേരെന്ന് അത് സെലക്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടു പേര് ഉടനെ തന്നെ സ്നേഹ പറഞ്ഞു. ആ ആൺകുട്ടികളെ രണ്ടുപേരിൽ നിന്ന് സായി നല്ല പേരാണ് എന്ന് സേതുമാധവൻ സെലക്ട് ചെയ്തു. അയാൻ സായി എന്നുള്ളതിൽ ഏതാണ് നല്ല പേരെന്ന് ചോദിച്ചതും സായിയാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ട് ഉടനെ എനിക്കും ആ പേരാണ് ഇഷ്ടപ്പെട്ടത് എന്ന് സ്നേഹ പറഞ്ഞു. അതിനുശേഷം മറ്റ് രണ്ട് പേര് കൂടി ഞാൻ പറയാം, അതിലും അച്ഛൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആ രണ്ട് പേരുകളിൽ നിന്നും ജാൻവി എന്ന പേരും സേതുമാധവൻ തെരഞ്ഞു. ആ രണ്ട് പേരുകൾ കേട്ടതോടെ ഇത് സന്ദീപേട്ടന് കുഞ്ഞുണ്ടാകുമ്പോ സന്ദീപേട്ടനും ആതിരയ്ക്കും ആതിര ഏട്ടത്തിക്കും കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ വേണ്ടിയുള്ള പേരാണ് എന്ന്, ആ കുഞ്ഞിനിടാനുള്ള പേരാണെന്ന് പറഞ്ഞത് കേട്ട് അനഘ ചോദിച്ചു, അത് ശരി, ഒരു ആൺകുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെയാണോ ആതിര പ്രസവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു, അതെ, ആർക്ക് ജന്മം നൽകിയാലും അവർക്കൊരു പേര് കണ്ടെത്തണല്ലോ, അതാ ഞാൻ എടുത്തത് എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, പേരൊക്കെ നീ കണ്ടുപിടിച്ചത് കൊള്ളാം, പക്ഷെ അവരുടെ കൂടി താല്പര്യം നീ കേൾക്കണം, അവർക്ക് കൂടി ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ പേര് സെലക്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞതും ശരിയച്ചാ, അങ്ങനെ ഞാൻ ചെയ്യൂ എന്ന് സ്നേഹ അറിയിച്ചു. അതുപോലെ നീയും പേര് കണ്ടുപിടിച്ച് വെച്ചോ, നിന്റെ കുട്ടികൾക്കും കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അവിടേക്ക് സച്ചിയും അർച്ചനയും എത്തി. അവര് കൂടി വന്നത് കണ്ട് സേതുമാധവൻ പറഞ്ഞു, ഇവരുടെ കുട്ടികൾക്ക് കൂടി ഇരട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പേര് കൂടി നീ കണ്ടുവെച്ചോ എന്ന് പറഞ്ഞതും ശരിയാ, ലവകുശന്മാർക്ക് വേണ്ട പേര് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും അച്ഛന് പേരക്കുട്ടികളെ കൊണ്ട് നിറഞ്ഞല്ലോ. അച്ഛൻ സന്ദീപേട്ടന്റെയും സച്ചിയേട്ടന്റെയും രണ്ടു കുട്ടികൾ, മുത്തശ്ശനായിട്ട് അച്ഛനങ്ങ് വിലസുവല്ലോ എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, അതെ, അവരുടെ മാത്രം കുട്ടികളല്ല, നിന്റെയും അനഘയുടെയും കുട്ടികളെ കൂടി താലോലിച്ചിട്ട് വേണം എനിക്കങ്ങ് പോകാൻ എന്ന് സേതുമാധവൻ അറിയിച്ചു. അതെല്ലാം കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ അനഘ പറഞ്ഞു, അപ്പൊ സ്നേഹേ, നീ ഇങ്ങനെ പേര് കണ്ടെത്തി കഴിയുമ്പോ അതിന് സത്യത്തിൽ പേരുകൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും നിന്റെ കുട്ടികൾക്ക് പേരിടാൻ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല എന്ന് അനഘ ജോക്കടിക്കുന്നത് കേട്ട് സ്നേഹ പറഞ്ഞു, അതെ, ആ സമയത്ത് ഇഷ്ടം പോലെ പേരുകൾ കിട്ടും എന്ന് പറഞ്ഞ് സ്നേഹ നിന്നത് അനഘ ചോദിച്ചു, അല്ല, ഇവരുടെ ഇരട്ടക്കുട്ടികൾക്കുള്ള പേരല്ലേ കണ്ടുപിടിക്കാൻ പോകുന്നത്, അവർക്ക് കൂടി ഇഷ്ടമുള്ള പേര് വേണം നീ കണ്ടെത്താനേ എന്ന് വല്ല അപ്പൂന്നോ കിങ്ങിണിന്നോ ഒക്കെ കണ്ടുപിടിച്ചാ പോരെ എന്ന് അനഘയുടെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, അപ്പൂന്നും കിങ്ങിണിന്നൊക്കെ ഉള്ള പേര് അനഘെ നിന്റെ കുഞ്ഞുങ്ങൾ കിട്ടാൻ മതി എന്ന് സ്നേഹ അറിയിച്ചു. എന്തായാലും സച്ചിയേട്ടന്റെയും ഏട്ടത്തിയുടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ട പേര് കൂടി ഞാൻ ഉടനെ കണ്ടുപിടിച്ചോളാം എന്ന് അനഘ പറയുന്നു. അതെല്ലാം കേട്ടങ്ങനെ നിന്നതും സേതുമാധവൻ പറഞ്ഞു, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്നെ മുത്തച്ഛാന്ന് വിളിക്കാൻ എനിക്ക് പേരക്കുട്ടിയെ സമ്മാനിക്കുന്നത് സച്ചിയും അർച്ചനയും ആയിരിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സേതുമാധവൻ ഉടനെ താൻ ആ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞതും അർച്ചനയും സച്ചിയും ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോയി. അവിടെ അർച്ചന റൂമിലേക്ക് എത്തിയതും ആകെ വിഷമത്തോടെ ആ ബെഡിലിരുന്ന് പൊട്ടിക്കരയുന്നത് ശശി വാതുക്കലേക്ക് എത്തിയതും കാണുന്നു. അർച്ചന റൂമിലേക്ക് കയറി അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ ശശി റൂമിന് വെളിയിൽ നിന്ന് വല്ലാത്ത വേദനയോടെ അർച്ചനയുടെ അവസ്ഥയും
തന്റെ അവസ്ഥയും പരസ്പരം പറയാനാകാത്ത വേദനയിൽ രണ്ടുപേരും സങ്കടത്തോടെ അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ശശി തന്റെ മനസ്സിൽ അർച്ചനയ്ക്കും തനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ താലോലിക്കുന്നതും ആ കുഞ്ഞിനെ താരാട്ട് പാടുന്നതുമൊക്കെ സ്വപ്നം കണ്ടതെല്ലാം ശശി ഓർത്തുകൊണ്ട് വേദനയോടെ അർച്ചന ആ സങ്കടത്തിൽ പരസ്പരം അവരുടെ മനസ്സിൽ ഒതുക്കുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമത്തോടെ അർച്ചനയും ശശിയും രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിരുന്ന് അവരുടെ മനസ്സിലെ ആ സങ്കടം അങ്ങനെ കരഞ്ഞു തീർത്തു. പിന്നീട് അവർ കിടക്കാനായി വന്നതും റൂമിൽ വന്ന് കയറിയ ആ നിമിഷം അർച്ചനയും ശശിയും പരസ്പരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും ഒരു കട്ടിലിൽ തന്നെ രണ്ട് വശത്തേക്കായി തിരിഞ്ഞു കിടന്ന് അന്ന് അവരോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടു. ശശിയേട്ടൻ ഒരു കാരണവശാലും ആ സത്യം അറിയാൻ പാടില്ല, എന്റെ നാവിൽ നിന്ന് ഒരിക്കലും ശശിയേട്ടൻ അത് അറിയുകയില്ല എന്ന് അർച്ചന മനസ്സിൽ പറയുമ്പോൾ ശശി അതുപോലെ തന്നെ തന്റെ മനസ്സിലും പറയുന്നു. അർച്ചനയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്നുള്ള സത്യം ഒരു കാരണവശാലും അർച്ചന അറിയരുത്. അവൾ മരണം വരെ ആ വാർത്ത ആരും അവളോട് പറയുകയോ എന്റെ നാവിൽ നിന്ന് അവൾ അത് അറിയുകയോ ഇല്ല എന്ന് ശശിയും മനസ്സിൽ പ്രതിജ്ഞയെടുക്കുന്നു.